നഷ്ടപ്പെട്ട ഫോൺ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ചിലർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുകൊണ്ട് മാത്രം കാര്യം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ്. നഷ്ടപ്പെട്ടതോ മോഷണം പോയതോ ആയ ഫോണുകൾ സംസ്ഥാന അതിർത്തികൾക്ക് പുറത്തേക്ക് പോയാൽ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രൊവൈഡർമാർ സർവീസ് നൽകുന്നത് കേരള സർക്കിൾ, തമിഴ്നാട് സർക്കിൾ, കർണാടക സർക്കിൾ എന്നിങ്ങനെയൊക്കെ ആയിരുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല. ഒറ്റ സർക്കിളാണ്. www.ceir.gov. എന്ന പോർട്ടലാണ് രക്ഷയ്ക്കുള്ളത്. 2023 മെയ് 17 മുതൽ പോർട്ടൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലരും ഇപ്പോഴും ഇത് ഉപയോഗപ്പെടുത്താറില്ല. ഫോൺ നഷ്ടപ്പെട്ടയാൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക. ഏത് സിമ്മാണോ ആ ഫോണിലേക്ക് സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മാണോ ഫോണിൽ യൂസ് ചെയ്തിരുന്നത്, ആ സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് പോയി സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുന്നതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പോർട്ടലിൽ കയറി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ആദ്യം നൽകേണ്ടത് നഷ്ടപ്പെട്ടു പോയ ഫോണിൻ്റെ നമ്പറാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ബന്ധപ്പെടാനുള്ള മറ്റൊരു ഫോണിൻ്റെ നമ്പർ കൂടി നൽകണം. അതിനുശേഷം 15 അക്ക IMEI നമ്പർ നൽകണം. ഇതാണ് ആദ്യഘട്ടം. അതിനുശേഷം പിന്നീട് താഴേക്ക് പോയാൽ ഫോൺ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. എവിടെ നിന്നുമാണ് ഫോൺ നഷ്ടപ്പെട്ടത്, ഏത് സംസ്ഥാനത്ത് നിന്നുമാണ്, ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, ഏത് ദിവസമാണ്, ഏത് ജില്ലയിലാണ്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ FIR നമ്പറുണ്ട്, അതും നൽകാനുള്ള ഒരു കോളമുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പും പൂർത്തിയായി. പിന്നീടുള്ളത് വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടതാണ്. പിന്നീട് ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ പരാതി അവിടെ രജിസ്റ്റർ ആകും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാലും അയാൾക്ക് പിന്നീട് ആ ഫോണിൽ മറ്റു സിം ഇട്ട് യൂസ് ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് ആ സിമ്മിലൂടെ അയാളുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും ആ സിമ്മിൽ നിന്നും സിഗ്നൽ പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സെറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അതിൽ നിന്നും സ്വാഭാവികമായിട്ട് അതിലുപയോഗിച്ചിരിക്കുന്ന അയാൾ ഇട്ടേക്കുന്നത് പുതിയൊരു സിം ആയിരിക്കുമല്ലോ. ആ സിമ്മിൻ്റെ അഡ്രസ്സും അയാൾ ഏതാണെന്ന് ട്രേസ് ചെയ്ത് അയാളെ നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് ഇന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഒരു ഒബീഡിയന്റ് സിറ്റിസനാണെങ്കിൽ കൃത്യമായിട്ടും അയാൾ അപ്രകാരം കൊണ്ടുവന്ന് ഫോൺ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. രാജ്യത്താകമാനം 31 ലക്ഷത്തിലധികം ഫോണുകൾ കാണാതായ പരാതിയാണ് പോർട്ടലിൽ ലഭിച്ചത്. ഇതിൽ 18 ലക്ഷത്തിലധികം ഫോണുകൾ കണ്ടെത്താനുള്ള വിവരങ്ങൾ ലഭ്യമായി. സംസ്ഥാനത്ത് 45,647 പരാതികൾ. ഇതിൽ 35,000-ലധികം ഫോണുകൾ കണ്ടെത്താനുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഫോണുകൾ തിരിച്ചു കിട്ടുന്നതിൻ്റെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അതിനാൽ തന്നെ CEIR പോർട്ടലിൻ്റെ സേവനം പരമാവധി ഉപയോഗിക്കുക. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.